പുതുതലമുറയാണ് ഇത്തവണ അവാർഡ് മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ എന്താ പഴയതാണ്. നമ്മളൊരു പുതിയ ഒരാളാണല്ലോ ഈ ഒരു ഏരിയയിൽ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് ഇങ്ങനെ അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ അത് പുതിയ ഒരു ന്യൂ കമ്മർ എന്നുള്ള നിലയ്ക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. എല്ലാ അവാർഡുകളും വ്യത്യസ്തമായത് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ 2 അവാർഡുകൾ നാം എടുത്തു പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അതിലൊന്ന് വേടന് ലഭിച്ച അവാർഡാണ്, മറ്റൊന്ന് മമ്മൂട്ടിക്ക് ലഭിച്ച അവാർഡാണ്. മമ്മൂട്ടിക്ക് അവാർഡ് ലഭിക്കുന്നതിൽ എന്താണ് ഇത്ര പ്രത്യേകത? ഇത് അദ്ദേഹത്തിന് ലഭിക്കുന്ന ആദ്യത്തെ അവാർഡൊന്നുമല്ലല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മമ്മൂട്ടിയായതുകൊണ്ട് മാത്രം പല ഇടങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുകൂടി ഓർക്കണം. ദേശീയ തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെടേണ്ട നടന്മാരിൽ ഒരാളാണല്ലോ മമ്മൂട്ടി. ഭ്രമയുഗം എന്ന ഒരു സിനിമ മാത്രം മതി അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് മനസ്സിലാക്കാൻ. ഇന്ത്യയിൽ മമ്മൂട്ടിയോട് കിടപിടിക്കാൻ കഴിയുന്ന വേറൊരു നടനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയുള്ള ഒരാൾ മമ്മൂട്ടി ആയതുകൊണ്ട് മാത്രം മാറ്റി നിർത്തപ്പെടുമ്പോൾ, കേരളം മമ്മൂട്ടിയെ അംഗീകരിക്കുമ്പോൾ അതിനൊരു കൃത്യമായ രാഷ്ട്രീയ സന്ദേശമുണ്ട്. ആ സന്ദേശം മമ്മൂട്ടി പക്ഷേ പറയുന്നില്ല. എങ്കിലും അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്. ഞാനും നിങ്ങളുടെ കൂടെയുള്ള ആൾ തന്നെയല്ലേ, ഞാനും ജൻസിയല്ലേ എന്നാണ് ചോദ്യത്തിന് മറുപടിയായി മമ്മൂട്ടി പറയുന്നത്. പക്ഷേ മമ്മൂട്ടിയോട് മാധ്യമപ്രവർത്തകർ കൃത്യമായ രാഷ്ട്രീയ ചോദ്യം ചോദിച്ചിട്ടില്ല എന്നത് ഒരു ന്യൂനതയായി നിൽക്കട്ടെ. എന്നിരുന്നാലും മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഈ നിമിഷത്തിലെ മമ്മൂട്ടിക്ക് ഇല്ല എന്ത് പറയാനായിട്ട് എന്ത് തോന്നുന്നു അതിന്റെ അതാണോ? താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു. എൻ്റെ കൂടെ പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും, എൻ്റെ കോ ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസിഫിനും ടോവിനോയ്ക്കും കൺഗ്രാജുലേഷൻ. ഷംല ഹംസയ്ക്ക്, പിന്നെ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ, അത് മഞ്ഞുമൽ ടീംസ് അല്ലേ, അതിന് ആക്ടർക്ക് അവാർഡ് ഉണ്ടോ? ആക്ടർക്ക് അവാർഡ് സൗബിനും ആസിഫ് അലി സബാനല്ല ബെസ്റ്റ് ആക്ടറാണ്. സൗബിനും എല്ലാവർക്കും. പിന്നെ നമ്മുടെ പടത്തിന് റോണക്സിനുണ്ട്, മ്യൂസിക് ഡയറക്ടറുണ്ട്. അങ്ങനെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അമൽ നീരദ് ടീമിന് അഭിനന്ദനങ്ങൾ, മഞ്ഞുമൽ ബോയ്സ് ടീമിന് അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും അവാർഡ് കിട്ടിയവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, കിട്ടാത്തവർ അടുത്ത പ്രാവശ്യം കിട്ടും. ഓക്കെ. യുഗത്തിലെ വേഷം ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നു, അത് കുറച്ചുകൂടെ അങ്ങനെ ഇപ്പൊ പ്രതീക്ഷിച്ചിട്ടല്ലോ ചെയ്യുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. താങ്ക് യു. കളങ്കാവില് റിലീസാവണം, അടുത്ത വർഷം തൂക്കോ? തൂക്കാൻ ഇതെന്താ വല്ലോ കട്ടിയാണ്. നമുക്ക് വൈവിധ്യമാർന്ന വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ ഭ്രമയുഗത്തിലേക്ക് വന്നപ്പോൾ വ്യത്യസ്തത എന്തായിരുന്നു? അത് കഥാപാത്രവും കഥയും ഒക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് മത്സരം ഉണ്ടായി, പല തലമുറക്കൊപ്പം നടന്നതാണ് അദ്ദേഹം. എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു യാത്രയല്ലേ, കൂടെ നടക്കാൻ ഒത്തിരി പേരുണ്ടാവില്ലേ, അവരും നമ്മളൊപ്പം കൂട്ടിയ പലപ്പം എന്ന് വിചാരിച്ചാൽ മതി. ഇതൊരു മത്സരം ഒന്നും പറയാൻ പറ്റില്ല അല്ലേ, നമ്മൾ ഓട്ട മത്സരം ഒന്നും അല്ലല്ലോ. പുതുതലമുറയാണ് ഇത്തവണ അവാർഡ് മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ എന്താ പഴയതാണോ? ഞാനും ഈ തലമുറപ്പെട്ട ആളല്ലേ. അടുത്ത അവാർഡ് വേടന് ലഭിച്ച അവാർഡാണ്. കാരണം വേടൻ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പല രൂപത്തിൽ. വേടന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. എൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് വേടൻ വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. അത് പച്ചക്ക് പറഞ്ഞ ആളാണ് വേടൻ. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിൽ ഉണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെയാണ് വേടൻ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടത്. ആ വേടന് എതിരെ ഏതൊക്കെ രൂപത്തിൽ സ്വന്തം രാഷ്ട്രീയം വിളിച്ചു പറഞ്ഞതിന് നേടേണ്ടി വന്നു എന്ന് നാം ആലോചിക്കണം. അത് ഏറ്റവും കൂടുതൽ വന്നത് സംഘപരിവാർ സംഘടനകളിൽ നിന്നാണ്, പ്രവർത്തകരിൽ നിന്നാണ് എന്നുകൂടി ഓർക്കണം. സംഘപരിവാറുകാർ അടുത്ത കാലത്ത് ഇത്രയും വേട്ടയാടിയ മറ്റൊരു പ്രതിഭയുണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. പക്ഷേ അദ്ദേഹവും മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു അവാർഡ് ലഭിച്ചതിനെ കുറിച്ച്. സന്തോഷമുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ മുഖത്ത് ഒരു സന്തോഷവും നമുക്ക് കാണാൻ കഴിയില്ല. ഒരു ചിരി പോലും മുഖത്ത് വരാതെ എല്ലാം പറഞ്ഞു തീർത്ത് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് പോകുന്ന വേടനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
ആ മനസ്സിൽ ഒരു കടൽ തന്നെ ഇരമ്പുന്നുണ്ട് എന്ന് നമുക്ക് ആ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഹാപ്പിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റിനെ തേടി വരുന്ന ഒരു സംസ്ഥാന അവാർഡാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം വേറെയാണ്. പിന്നെ നമ്മളൊരു പുതിയ ഒരാളാണല്ലോ ഈ ഒരു ഏരിയയിൽ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് ഇങ്ങനെ അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ അത് പുതിയ ഒരു ന്യൂ കമ്മർ എന്നുള്ള നിലയ്ക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ വേടന്റെ പാട്ടുകളിന്റെ രാഷ്ട്രീയം തന്നെയാണ് ഈ മലയാള സമൂഹത്തിലടക്കം വലിയ പ്രശംസ നേടാനും മറ്റും ആയിട്ടുള്ളത്. അത് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അത്തരത്തിൽ തന്റെ വരികളിലൂടെ ഒരു മുന്നേറ്റം സൃഷ്ടിക്കുക എന്നുള്ള ഒരു കാര്യമായിരുന്നു വേടന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് കൂടിയുള്ള കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരം തന്നെയാണ് ഇത്. നമ്മളിപ്പോ ഒരു രാഷ്ട്രീയം പറയുന്ന ഒരു ആർട്ടിസ്റ്റിനും കൂടി ആകുമ്പോൾ നമുക്കിങ്ങനെ ഒരു അവാർഡ് കിട്ടുന്ന സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ആൾക്കാരുടെ ഉള്ളിലേക്ക് എത്താൻ ഇത് സഹായിക്കുമെന്നുള്ളത് ഒരു കാര്യമാണ്. പിന്നെന്താണ്, സന്തോഷത്തിലാണ്. സന്തോഷത്തിലാണ്. അച്ഛനൊന്നും ഇല്ല ഇപ്പോൾ, ഇവിടെ പുറത്തു പോയിക്കാണ്. സുഹൃത്തുക്കളുണ്ട്, നമ്മളിരുന്ന് കാണുമായിരുന്നു. സന്തോഷത്തിലാണ് എല്ലാവരും. 2 അവാർഡുകൾ മാത്രമല്ല, സൗബിന് ലഭിച്ച അവാർഡ്, മികച്ച നടിക്ക് ലഭിച്ച അവാർഡ് എല്ലാം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. അവാർഡ് എന്താണ്, എന്തിനാണ് എന്ന് വിളിച്ചു പറയുന്നുണ്ട് ഈ വർഷത്തെ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച പ്രതിഭകൾ. ഓരോരാളും അത് കൃത്യമായി രാഷ്ട്രീയമായി അടയാളപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിഭയും അടയാളപ്പെടുത്തുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.